കേരളത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് മുതൽ ഇടുക്കിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ആണ് ആദ്യ ദിവസം തന്നെ പത്രിക നൽകുമെന്ന് പ്രഖ്യാപിച്ച പ്രധാന മുന്നണി സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെയും തെരഞ്ഞെടുപ്പ് റാലികൾക്കും ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡിലും രാഹുൽ ഹരിയാനയിലുമാണ് പ്രചാരണം നയിക്കുന്നത്. CPM തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയും ഇന്ന് പുറത്തിറക്കും. തിരുവനന്തപുരത്ത് നിന്ന് TG സജിത്തും ഡൽഹിയിൽ നിന്ന് KP അഭിലാഷും ചേരുന്നു. ആദ്യം KP അഭിലാഷിലേക്ക് പോയാൽ ദില്ലിയിൽ നിന്ന് അഭിലാഷ് ഉണ്ട്. അഭിലാഷ്, പ്രധാനമന്ത്രിയുടെയും രാഹുൽ ഗാന്ധിയും തെരഞ്ഞെടുപ്പ് രംഗത്ത് കൂടുതൽ സജീവമാവുകയാണ്. റാലികളടക്കം ആരംഭിക്കുന്നു. എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ? വരും ദിവസങ്ങളിലും ഇവരൊക്കെ പങ്കെടുക്കുന്ന റാലികൾ, പ്രധാനപ്പെട്ട റാലികളിൽ പങ്കെടുക്കും. അത്തരം വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? രഞ്ജിത്ത്, ഏപ്രിൽ 11-നാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ മൂന്നാം ഘട്ടത്തിന്റെ പോരാട്ട ചൂടിലാണ് എങ്കിൽ രാജ്യം ഒന്നടങ്കം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് അമരുമ്പോൾ വരും ദിവസങ്ങളിൽ പ്രധാന നേതാക്കളെല്ലാം തന്നെ കളത്തിലിറങ്ങുന്നതോടുകൂടി സജീവമായ രാഷ്ട്രീയ പോരിനാണ് തുടക്കമാകാൻ പോകുന്നത്. ഇന്ന് പ്രധാനമന്ത്രി തന്നെ അല്പസമയം മുമ്പ് ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട്. ഞാൻ അഭിലാഷിലേക്ക് വരാം. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. TG സജിത്തും ചേരും. സജിത്ത്, ഇന്ന് ഇടുക്കിയിലെ സ്ഥാനാർത്ഥി മാത്രമാണോ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്? മറ്റുള്ളവരുടെ കാര്യത്തിൽ തീരുമാനമായോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, ഇന്ന് പ്രധാന സ്ഥാനാർത്ഥി സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് ഇടുക്കിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ആണ്. മറ്റു പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളില്ല. തിരുവനന്തപുരത്ത് SUCA സ്ഥാനാർത്ഥി മിനി അടക്കമുള്ളവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട്. ഇന്ന് 11 മണി മുതലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസരമുള്ളത്. വൈകിട്ട് 3 മണി വരെ പത്രിക സമർപ്പിക്കാൻ അവകാശമുണ്ടാവും. പ്രവൃത്തി ദിവസങ്ങളിൽ 11 മുതൽ 3 വരെയാണ് സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. വരണാധികാരിയായ ജില്ലാ കളക്ടർമാർ മുഖേനയാണ് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത്. ഇത്തവണത്തെ ഒരു പ്രത്യേകതയുള്ളത്, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ സ്ഥാനാർത്ഥിയുടെ പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കണമെന്ന വളരെ പ്രത്യേകതയുണ്ട്. അതായത് ക്രിമിനൽ കേസുകളുണ്ടെങ്കിൽ ആ കേസിന്റെ നടപടിക്രമങ്ങളും കേസിന്റെ മറ്റ് വിശദാംശങ്ങളുമെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കണമെന്ന കൃത്യമായ നിർദ്ദേശവും ഇത്തവണ നൽകിയിട്ടുണ്ട്. നാളെ മറ്റ് പ്രമുഖ സ്ഥാനാർത്ഥികൾ നാളെ മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങും. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ മറ്റ് പ്രധാന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ നാളെ മുതൽ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന തിരക്കിലേക്കാണ്. കാരണം പ്രചരണം അതിന്റെ ഏറ്റവും വലിയ തിരക്കിലെത്തി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ടുകൂടി തന്നെ സ്ഥാനാർത്ഥികൾ നാളെ മുതൽ വളരെ വേഗത്തിൽ തന്നെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. KP അഭിലാഷും ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അഭിലാഷ്, നേരത്തെ പറഞ്ഞു വെച്ചത് പൂർത്തിയാക്കാം. ഇന്ന് പ്രധാനപ്പെട്ട റാലികളിൽ പങ്കെടുക്കുന്നുണ്ട് നരേന്ദ്രമോദിയും ഒപ്പം രാഹുൽ ഗാന്ധിയും. മറ്റെന്തൊക്കെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ ഇതുവരെ പുറത്തു വന്നിട്ടുണ്ട് ഇവരുടേതായി? രഞ്ജിത്ത്, ഉത്തർപ്രദേശിലെ മീററ്റിലാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ റാലി. ഉത്തരാഖണ്ഡിലെ രുദ്രാപൂരിലും ഒപ്പം ജമ്മു കാശ്മീരിലെ ജമ്മുവിലും ഇന്ന് അദ്ദേഹം പര്യടനം നടത്തുന്നുണ്ട്. ഈ മാസം 31-നകം തന്നെ ജമ്മു കാശ്മീർ, ഒഡീഷ, അസം, ബംഗാൾ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലികളെ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഉത്തർപ്രദേശും ബംഗാളും ബീഹാറും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായും പ്രധാനമന്ത്രിയുടെ റാലികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഉത്തർപ്രദേശിൽ മാത്രം 20 റാലികളിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. ബംഗാളിലും ബീഹാറിലും 10 വീതം റാലികളിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തരംഗം എന്നതിനപ്പുറത്ത് നരേന്ദ്രമോദി തരംഗം കൂടി അലയടിച്ചിരുന്നു. അവിടെ 425 റാലികളിൽ അദ്ദേഹം 8 മാസങ്ങളിലായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ അത് 125 റാലികളിലാണ് പങ്കെടുക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദവിയിൽ ഇരിക്കുന്നു എന്നതുകൊണ്ടുള്ള സാങ്കേതികമായ തടസ്സങ്ങൾ കൂടി മുന്നിൽ കണ്ടാണത്. അതുകൊണ്ട് തന്നെ ഇത്തവണ BJPയുടെ മറ്റ് റാലികൾ നയിക്കാൻ പോകുന്നത് ദേശീയ അധ്യക്ഷൻ അമിത്ഷായാണ്. 150 തെരഞ്ഞെടുപ്പ് റാലികളിലാണ് അമിത്ഷാ പങ്കെടുക്കുന്നത്. 40 പേർ അടങ്ങുന്ന ഒരു താരപ്രചാരണ പട്ടിക തന്നെ ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. BJP ഈ താരങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ രാജ്യത്ത് സജീവമാകും. അതേസമയം കോൺഗ്രസിലാകട്ടെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഹരിയാന കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധി റോഡ് ഷോകൾ അടക്കം നടത്തുക. ഇവിടുത്തെ പ്രവർത്തകരോട് രാഹുൽ ഗാന്ധി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ പ്രിയങ്ക ഗാന്ധി റോഡ് ഷോയും റാലികളുമെല്ലാം ആരംഭിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ തന്നെയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അമേഠിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും അമേഠിയിലെ വോട്ടർമാരോട് നേരിട്ട് സംവദിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയാണ്
പ്രിയങ്ക ഗാന്ധി നടത്തുന്നത്. എന്തായാലും റായ്ബറേലിയിലും ലക്നൌവിലും ഒപ്പം ഫൈസാബാദിലും പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റാലികളും സജീവമാവുകയാണ്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.